ഹലോ ഗൈസ്, നോമ്പിന് മുന്നേ ഞാനൊരു ഡൽഹി മണാലി ട്രിപ്പ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ പോയിട്ടുണ്ടായിന്. പോയിട്ട് വന്ന് അതിൻ്റെ ഹാങ് ഓവറും അതിൻ്റെ ക്ഷീണമൊക്കെ മാറുമ്പോഴത്തേക്കും നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഫോണിൽ കുറേ വീഡിയോ ക്ലിപ്സ് ഉണ്ട്. വെറുതെ ഡിലീറ്റ് ചെയ്ത് കളയാനും കഴിയില്ല. ഇത്രയധികം വീഡിയോ ക്ലിപ്സ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഒരു സങ്കടം തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണിത്. ഞാൻ പൊതുവേ പാക്കിംഗ് ഒക്കെ ലേറ്റായിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഒരു ടീച്ചറായിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് നേരത്തെ കാലത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് കുറേ കാര്യങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത്, കുറേ കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റെ നിന്ന് അറേഞ്ച് ചെയ്ത്, മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഓർമ്മയോടുകൂടി പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിന്. ഈ സൺഗ്ലാസ് ഞാൻ 500 രൂപ എടുത്ത് ഓൺലൈനിൽ വാങ്ങിയതാണ്. പക്ഷേ ഡൽഹി മാർക്കറ്റിൽ ഇങ്ങനെയുള്ള സൺഗ്ലാസിന് 100ഉം 200ഉം മാത്രമേ വിലയുള്ളൂ കേട്ടോ. അപ്പോൾ അതെനിക്ക് വല്ലാതൊരു നഷ്ടമായിട്ട് തോന്നി. പിന്നെ കുറേ കാര്യങ്ങൾ ആദ്യം നേരത്തെ കാലത്തെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചു. പിന്നെ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റാണ്. ഇത് ലേഡീസ് മസ്റ്റായിട്ട് ഒരു സ്ലീപ്പറിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്തായാലും എടുക്കേണ്ട ഒരു സാധനമാണ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓർമ്മയോടുകൂടി പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ജേണി ഒരു ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 6:30 ആകുമ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പാരൻസും സ്റ്റുഡൻസും എല്ലാവരും നേരത്തെ കാലത്ത് എത്തി. അങ്ങനെ നമ്മൾ പാരൻസിനോടൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ സ്റ്റുഡൻസും ടീച്ചറും ട്രെയിൻ കയറി. അപ്പോൾ നമ്മൾ 6:30 ജേണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടായി, രാത്രിയായി. നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് കഴിച്ച് നമ്മൾ അവരവരുടെ സീറ്റിൽ കിടന്നുറങ്ങി. നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആരെങ്കിലും വന്ന് നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒഴിവാക്കൽ വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ സ്ലീപ്പറാണ്, പുറത്തുനിന്നുള്ളവർ വന്ന് കയറി ഇരിക്കാം. അതുകൊണ്ട് കുട്ടികളോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് അവരുടെ സീറ്റിൽ എല്ലാവരും കിടന്നുറങ്ങി. രാത്രി പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ആവുന്നത്. രാവിലെ എല്ലാവരും മീറ്റ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് നമ്മളൊരു രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ട്രെയിനിൽ അത് വറുത്തനൊരു ഫീലിന് കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സും കാര്യങ്ങളും പാക്ക്ഡ് ഫുഡൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ യൂനോ കാർഡ്, ലുഡോ ഇങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ വൈബാക്കുന്ന പിള്ളേർ പാട്ട് പാടിയിട്ടും അങ്ങനെയൊക്കെ വൈബാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ കുറച്ച് നേരം പുറം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇങ്ങനെ ഉപ്പ് പാടം, പിന്നെ കുറച്ച് ചേരികൾ, സിറ്റി ഇങ്ങനെ മാറി മാറി വരും. ഓരോ ദേശങ്ങളും പ്രദേശങ്ങളും ഇങ്ങനെ മാറി വരുമ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ വേറെ നാട്ടിലുള്ള ആൾക്കാരോട് വേറെ ഭാഷയിലൊക്കെ സംസാരിക്കാൻ, എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദിയും തമിഴ് ഇങ്ങനെ കുറച്ച് അറിയുള്ളൂ. അത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ എൻ്റെ കൂടെ മുന്നിലുണ്ടായത് ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു ലേഡിയാണ്. അവരോട് കുറച്ച് സംസാരിച്ചു. അവർ മോനിക്ക് പെണ്ണ് കാണാനായിട്ടും പോയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പെണ്ണെൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ സുന്ദരിയാന്നൊക്കെ പറഞ്ഞു എൻ്റെ സ്റ്റുഡൻറ്റിനെ കാണിച്ചിട്ട്. പിന്നെ അവർ കൊടുക്കാൻ വെച്ച ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരെ എനിക്ക് ഫോട്ടോ കാണിച്ചതൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അന്ന് രാത്രിയും ആയി. രാത്രി പിന്നെ നമ്മൾ പിസ്സയൊക്കെ ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങി കഴിച്ചു. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിൽ കൊണ്ടുവരുമല്ലോ, അങ്ങനെ കൊണ്ടുവന്ന് അതെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ രാവിലെ പുലർച്ചെ ഒരു 6 മണിയായപ്പോൾ ഡൽഹി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്